ഇതിൽ പൊതുജനങ്ങൾ ഇതിൽ കബളിക്കപ്പെടുന്നുണ്ട്. അത് ഒരാളിലേക്ക് മാത്രം അതിലൊന്നും നമുക്ക് നമ്മളെ സംബന്ധിച്ചാൽ നമുക്കൊന്നും അതിൽ പരാതിയില്ല. ഒരാളിലേക്ക് പോകുന്നതിലും അതൊന്നും നമ്മളെ ബാധിക്കുന്ന നമ്മുടെ ഇമോഷനെ വിറ്റിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഒരുപാട് സഹായത്തിന്റെ പ്രവാഹമാണ്. ഈ ഫണ്ടുകളൊക്കെ ഇവിടെ മേടിച്ചു വെച്ചാൽ ഞങ്ങൾ കോടികൾ ഇവിടെ വെക്കാനുള്ള പൈസ ഉണ്ടാവും. ഇപ്പം രീതിയിൽ ആൾക്കാരാണ് നമ്മൾ ബന്ധപ്പെടുന്നത്. അതാണ് ഞാൻ പറയുന്നത്. ആൾക്കാർ പേരുകളൊന്നും നമുക്ക് വെളിപ്പെടുത്താൻ താല്പര്യമില്ല. ആ രീതിയിലുള്ള ആൾക്കാരാണ് നമ്മൾ ബന്ധപ്പെടുന്നതും ഏത് രീതിയിലുള്ള സഹായത്തിനും സ്ഥലങ്ങളിലും ചെന്നിട്ട് ഞങ്ങളെ അതായത് ഒരു ദാരിദ്ര്യം പോലെ പറഞ്ഞു നടക്കും. ഞാൻ എത്രയോ പ്രാവശ്യം കാല് പിടിച്ച് ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു നടക്കരുത്, ഞങ്ങൾക്ക് നാളെ ജീവിക്കാനുള്ള പുറത്ത്. പക്ഷെ ഒന്നും കേൾക്കുന്നില്ല. ഞാൻ വേണം എന്റെ തെളിവുകളടക്കം വാട്സപ്പിൽ ഞാൻ കാണിച്ചു തരാം. ഇതിലൊക്കെ പറയുന്നത് എന്തായാലും ഈ കുടുംബത്തിനെ ഇവരെല്ലാം പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ ഫണ്ട് 70,000 രൂപ ഒന്നും അവന് തികയാത്തുന്ന ആകെ ആ ഒരു കമ്പനി കയറിയിട്ടുണ്ട് 1 കൊല്ലം 3 മാസം എല്ലാവരും നടക്കുന്നത്. ആകെ 1 വർഷമായിട്ടുള്ളൂ. 1.5 വർഷമായിട്ടുള്ളൂ. ഞങ്ങൾ എല്ലാവരും പഠിത്തം കഴിഞ്ഞിട്ട് 3-4 വർഷമായി. പക്ഷെ എല്ലാവരോടും സെന്റിമെന്റ്സിന് വേണ്ടിയിട്ട് ഇല്ലാത്ത കള്ളത്തരങ്ങൾ പറഞ്ഞ് ആ സെന്റിമെന്റ്സിന്റെ മുകളിൽ കയറി ജീവിക്കുക. അല്ല, അദ്ദേഹം ജീവിക്കുന്നു, അതെല്ലാം അദ്ദേഹത്തിന്റെ പിന്നെ കാര്യങ്ങൾ. പക്ഷെ നമ്മളെ കോട്ട് ചെയ്തുകൊണ്ട്, കുടുംബത്തിനെ കോട്ട് ചെയ്തുകൊണ്ട് ഇനി ഒരു ഓരോ ദിവസം പുതിയ 3 യൂട്യൂബ് ചാനൽ പിന്നെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മൂപ്പരാൾക്ക് അറിയാത്ത ഏതൊരു നമ്പറിൽ നിന്ന് കോൾ വന്നാലും അത് മറ്റൊരാൾ വീഡിയോ എടുക്കും, എന്നിട്ട് അത് സ്പീക്കറിൽ ഇട്ടിട്ട് ഇങ്ങനെ ഒരു സെന്റിമെന്റ്സ് ഓഡിയോ പോലെ ഇതാക്കിയിട്ട് നന്ദി പറയുന്ന വീഡിയോസ് അതിങ്ങനെ ഡെയിലി ഇട്ടുകൊണ്ടിരിക്കുക. ഇതൊക്കെ അതാണ് ഞാൻ പറഞ്ഞത്. ആവശ്യമില്ല. അയാളെ മനാഫ് ഖാനെ സംബന്ധിച്ച് അയാളെ കാര്യം എന്തായിരുന്നു? അർജുനെ കണ്ടെത്തുക, ലോറി കണ്ടെത്തുക, പിന്നീടുള്ള അയാളെ പേഴ്സണലായിട്ട് കാര്യം. പക്ഷെ ഞങ്ങളുടെ കോട്ട് ചെയ്തത് കുടുംബത്തിനെ മറ്റുള്ളവർ മുന്നിൽ പിന്നെ വ്യക്തിഹത്യ ചെയ്തത്. അത് തന്നെ പറയാനുള്ളത്. ഇല്ല, അല്ല, ഇപ്പൊ പല ഫണ്ടുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം ഇതൊന്നും ഞങ്ങൾ അറിവോടല്ല. ഞാൻ ഇപ്പോഴും പറയണം, പണം ലഭിച്ചിട്ടുണ്ട്. അത് എന്നെ വിളിച്ച് പറഞ്ഞിട്ട് അതിന്റെ എല്ലാ കാര്യങ്ങളുണ്ട്. പണം ലഭിച്ചിട്ടുണ്ട്, അത് ഇവിടെ ഇടാം. പക്ഷെ അങ്ങനെ ഒരു പണം സ്വീകരിക്കുമ്പോൾ നമ്മളോടല്ലേ ചോദിക്കേണ്ടത്? നമ്മളോട് ചോദിക്കണ്ടേ? ആര് പണം തരികയാണെങ്കിലും നമ്മളോട് ചോദിക്കണ്ടേ? വേണോ ചോദിക്കണ്ടേ? നമുക്ക് അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ വൈകാരികതയെ വിൽക്കുന്നു എന്ന് പറയാൻ. പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞങ്ങൾ ഇതുവരെ ആരോടും പണം ആവശ്യപ്പെട്ടില്ല. ഒരാൾ പോലും ഈ പറയുന്ന വ്യക്തിക്ക് പണം കൊടുക്കരുത്. ഞങ്ങൾക്ക് പണത്തിന് ഇപ്പോൾ നിലവിൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ സംവിധാനങ്ങളാണെങ്കിൽ കൃഷ്ണപ്രിയയ്ക്കും ജോലി കൊടുത്തു, മകന് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു. മറ്റെല്ലാം സംവിധാനം എല്ലാ സാധാരണക്കാരെ വീട്ടിലുള്ള പോലെയുള്ള സംഭവം നമ്മളെടുത്തുള്ളൂ, നമ്മളെ വീട്ടിലുള്ളൂ. അതിൽ കൂടുതലായിട്ടുള്ള ഒരു ബാധ്യതയൊന്നും ഈ വീട്ടിലും ഇല്ല. ഇതെല്ലാം ഞങ്ങൾ മുന്നേറിക്കൊണ്ട് ഞങ്ങൾ ജീവിച്ച് ഞങ്ങളതായിട്ടുള്ള ഒരു പിന്നെ കാര്യമുണ്ട്. അതിൽ മുന്നേറി പോകേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഞങ്ങളെ രീതിയിൽ വിട്ടുതരിക. ഞങ്ങൾക്ക് ജോലി സ്ഥലത്ത് പോകേണ്ടത് ആവശ്യമാണ്. എല്ലാവരും ജോലിക്ക് പോയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. മറ്റുള്ളവരുടെ മുന്നിൽ ഞങ്ങളൊരു പരിഹാസ്യ കഥാപാത്രമായി മാറാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് വിനീതമായിട്ട് അപേക്ഷിക്കാനുള്ളത്. മനാഫിന്റെ മറ്റ് യൂട്യൂബ് ഇനി ഈ ഫണ്ട് സ്വീകരിക്കുന്നതോ പിന്നെ അല്ലെങ്കിൽ ഈ വ്യക്തിപരമായിട്ട് അവഹേളിക്കുന്ന രീതിയിലുള്ള അർജുൻ, അതായത് ഇത് ഞങ്ങൾക്കെല്ലാം അച്ഛനാണെങ്കിലും നോക്കൂ, അച്ഛൻ പശുവിനെ വളർത്തിയിട്ടാണ് ഞങ്ങൾ ഈ കുടുംബം പോകുന്നത്. പിന്നെ ഇവര് ജോലിക്ക് പോകുന്നത്, അനിയത്തി ജോലി പോകുന്നത്, എൻ്റെ വൈഫ് ജോലി, ഞങ്ങളെല്ലാവരും ഇതൊന്നും ഇവിടെ പറയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എങ്ങനെയാണെന്നൊന്നും. ഇത് ഇനിയും ഇങ്ങനെയാണ് മുന്നോട്ടെങ്കിൽ ഞങ്ങൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും ഒരു PR വർക്കാണ് ഇതിൽ നടക്കുന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കിയത്. ആദ്യമുട്ടം അങ്ങനെയല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യം ഈ പുള്ളി ഞങ്ങൾ അതുകൊണ്ട് തള്ളി പറയാതിരിക്കാൻ കാരണം, ആദ്യഘട്ടത്തിൽ അങ്ങനെയല്ലായിരുന്നു. ആദ്യഘട്ടത്തിൽ മനാഫ് ഞങ്ങളെല്ലാം ഒരുമിച്ച് തന്നെയായിരുന്നു, ഒരേ ദിശയിലായിരുന്നു. പിന്നീടാണ് ഈ 2ാം ഘട്ടത്തിന് ശേഷമാണ് അവർ വേറെ രീതിയിലേക്ക് പോവുകയും യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുകയും യൂട്യൂബ് ചാനൽ ഉണ്ടായത് ഈ ലോറി ഉടമ മനാഫ് എന്നുള്ള ഒരു പേര്, ആ ഒരു ബ്രാൻഡ് അന്നേക്ക് കേറിയിരുന്നു. അതാണ് അയാള് മനസ്സിലാക്കിയത് ശേഷമാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയത്. അതൊക്കെ അദ്ദേഹത്തിന്റെ അല്ല, ഈശ്വർ മാൽപ്പ ഞങ്ങൾക്ക് വേണ്ടി സഹായിച്ചിട്ടുണ്ട്. 1ാം ഘട്ടത്തിൽ 2ാം ഘട്ടത്തിലും 3ാം ഘട്ടത്തിൽ അനാവശ്യമായ ഇടപെടൽ മാത്രമാണ്. അത് ഞങ്ങൾക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. അവിടുത്തെ സംവിധാനത്തിനും ഞങ്ങൾ പറഞ്ഞിട്ടില്ല പിന്നെ മാൽപ്പയെ പറഞ്ഞേക്കണമെന്നും ഇപ്പോഴും പറയാണ്. അത് അവിടുത്തെ ഭരണകൂടത്തിന് തന്നെ മനസ്സിലായി ഇത് വേറെ രീതിയിലേക്കാണ് തിരച്ചിൽ പോകുന്നത്. അവരവിടുന്ന് ഒരു സാധനം എടുക്കുന്നു, അപ്പോഴതിന് വീഡിയോ എടുക്കുന്നു, അപ്പോൾ ഡ്രഡ്ജർ വരുന്നു, ഇങ്ങോട്ട് വരുന്നു, എടുക്കുന്നു. അതായത് നമ്മൾ കേന്ദ്രീകരിച്ച പോയിന്റിലേക്ക് തിരച്ചിൽ
നടത്താൻ അനുവദിക്കുന്നില്ല. ആകെ അനുവദിച്ചത് കുറച്ച് ദിവസം. ഇതിന്റെ മുകളിൽ അത് പോവുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് പിന്നെ ഒരിക്കലും കർണാടക ഗവൺമെന്റ് ഇത് തുടങ്ങുമ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ട്. ഇത് ഒരു അവസാന ഘട്ട തിരച്ചിലാണ്, ഇതിൽ അപ്പുറം ഇനി ഒരു തെരച്ചിൽ സാധ്യമല്ല എന്ന പൂർണ്ണമായിട്ടുള്ള ഇൻഫർമേഷൻ ഞങ്ങൾക്ക് പാസ് ചെയ്യും. അത് കാർവാർ MLA അന്നത്തെ പത്രസമ്മേളനത്തിൽ അവിടെ വ്യക്തമായിട്ട് പറയുകയും ചെയ്ത സംഭവമാണ്. അറിയാന്നു. കാരണം ഈ ഡ്രഡ്ജർ കമ്പനിക്ക് അവരുടേതായിട്ടുള്ള ഡൈവേഴ്സ് അവിടെ ഉണ്ട്, അതിൽ 2 പേരുണ്ട്. പിന്നെ അവർക്ക് വേറെ അപ്പൊ എന്താ ഇവരും ഈ ഡ്രഡ്ജർ കമ്പനിയുടെയും പ്രശ്നം അത് തന്നെയായിരുന്നു. അവരെ രീതിയിൽ തെരച്ചിൽ നടത്താൻ അനുവദിക്കുന്നില്ല. ഇവിടെ സാധനം കിട്ടുമ്പോഴേക്ക് ഡ്രഡ്ജർ ഇങ്ങോട്ട് വരുന്നു. അറിയാലോ, ഓരോ അത്രയും സമയം എടുക്കും ഒരു പൊസിഷൻ പൊസിഷനിലെടുത്ത് അവിടെ മണ്ണ് മാന്താൻ ഉപയോഗിക്കുമ്പോൾ. അപ്പൊ അതൊക്കെ അവർക്ക് സാങ്കേതികമായിട്ട് തടസ്സമുണ്ടായിരുന്നു. അവർക്കൊരു സംവിധാനമുണ്ട്, അവർക്ക് ഡൈവേഴ്സ് ഉണ്ട്. അപ്പം മറ്റൊരു തേർഡ് പാർട്ടി ഇന്റർഫറൻസ് അവർ ആഗ്രഹിക്കുന്നില്ല എന്ന് MLA SP പറഞ്ഞു. അതിന്റെ പുറത്താണ് പിന്നെ അദ്ദേഹത്തിന് അവിടുന്ന് മാറേണ്ട വന്ന സാഹചര്യം. അല്ലാതെ ഞങ്ങളായിട്ട് പിന്നെ പാൽപ്പ ഇറങ്ങണ്ടെന്ന് ആരിറങ്ങണ്ട എങ്ങനെ നടത്തണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അവിടുത്തെ ജില്ലാ ഭരണകൂടമാണ്, അല്ലെങ്കിൽ ഇതിന് നിയോഗിച്ചിട്ടുള്ള ആളാണ്. ഞങ്ങൾക്ക് പോലും അതിനെക്കുറിച്ച് അറിയില്ല. ടെക്നിക്കലായിട്ടുള്ള ഒരു അറിവുള്ള ആൾക്കാരല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെല്ലാം ഇതിൽ സാധാരണ ആൾക്കാരാണ്. അല്ല, അത് യഥാർത്ഥ ഉടമ എന്ന് വെച്ചാൽ RC ഓണറാണ്. അദ്ദേഹമാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, ഞങ്ങൾ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അപ്പം അദ്ദേഹത്തിന്റെ പിന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് അർജുന് വേണ്ടി ആത്മാർത്ഥതയോടെ ഞങ്ങൾ കൂടെ നിന്ന്, അതായത് ഉള്ളിൽ അർജുൻ നഷ്ടപ്പെട്ടതിന്റെ വേദനയോടെ നിന്ന് ഒരു വ്യക്തിയാണ് മുബീന്. അതിന് ആ ഒരു വൈകാരികമായ തലം ഇതിലുണ്ട്. ഞങ്ങളെ മാക്സിമം അദ്ദേഹത്തിനുള്ള ഒരു കടപ്പാട് ഞങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഞങ്ങൾ മനാഫിനെ തള്ളി പറയാൻ തയ്യാറായിരിക്കുന്നത്. മനാഫിന്റെ പ്രതികരണം വരുന്നുണ്ട്. അതായത് താൻ അർജുന്റെ പേരിൽ യാതൊരുവിധ ഫണ്ട് പിരിവും നടത്തിയിട്ടില്ല. അങ്ങനെ തെളിയിച്ചാൽ തന്നെ പരസ്യമായി ആർക്ക് വേണമെങ്കിലും കണ്ടറിയാം. യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അത് തന്റെ ഇഷ്ടമാണ്. തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നാട്ടുകാരോട് പറയാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അർജുന്റെ ചിതയാണെന്നതിന് മുൻപ് തന്നെ ദൂഷിക്കുന്നത് തെറ്റാണ്. അതോടൊപ്പം തന്നെ എനിക്ക് ഇഷ്ടമുള്ളത് യൂട്യൂബ് ചാനലിൽ ഇടും. അത് ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. അർജുന്റെ അമ്മയുമായി തനിക്ക് ഇപ്പോഴും ബന്ധമുണ്ട്. 2000 രൂപ കൊടുത്തിട്ടുമില്ല. 2000 രൂപ കിട്ടിയതിന് ആ വീഡിയോ വേണമെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം. അത് സമൂഹ മാധ്യമങ്ങൾ ഓടി നടക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല. വേണമെങ്കിൽ ഞാൻ ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരാം. ഇന്നലെ ഒരു സ്കൂളിൽ ഞങ്ങൾ കോള് വന്നില്ല, ഞങ്ങൾ മനാഫിന്റെ കൈമിൽ ഞങ്ങൾ ഒരു ഫണ്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് എനിക്ക് വന്ന കോളാണ്. അതായത് മുക്കത്ത് അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുന്നുണ്ട്. അപ്പം അതിന്റെ ഒരു അത് നടത്തുന്ന സംഘാടകരിൽ ഒരാള് എന്നെ വിളിച്ചിട്ട് ഞങ്ങൾ ഒരു ഫണ്ട് കൊടുക്കുന്നുണ്ട്, അത് നിങ്ങളെ ഏൽപ്പിക്കുമെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയാണ്, ഒരു ഫണ്ടും ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന കാര്യമാണ് ഞങ്ങൾ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞത്. എല്ലാ സ്ഥലങ്ങളിലും ചെന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി കണ്ടോ ഇത്ര എപ്പോഴും മീഡിയന്റെ മുന്നിൽ നമ്മുടെ കുടുംബത്തിന്റെ കൂടെ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു നടക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ പേഴ്സണലായി വിളിച്ചിട്ട് നമ്മുടെ കൂടെ ഉണ്ട് അങ്ങനത്തെ ഒരു വർത്താനം നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മൾ മീഡിയയിലൂടെയാണ് ഇത് കാണുന്നത്. ഇവർ പറയുന്നൊക്കെ നമ്മൾ മീഡിയയിലൂടെയാണ് കാണുന്നത്.